അങ്ങനെ രാവിലെ തന്നെ പൂക്കളത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ചന്തയിൽ പോയിട്ട് മീൻ മേടിച്ചോണ്ട് വന്ന് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അയിലമീനാണ് കേട്ടോ. എനിക്കങ്ങനെ മീനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മീനൊന്നും ഞാൻ കഴിക്കില്ല. ഇവിടെ മീൻ വെക്കണത് മെയിൻ ആയിട്ട് എന്റെ വിനുവിനാണ്. പക്ഷെ അയില എനിക്ക് ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാൻ മേടിച്ചത്. അങ്ങനെ അയിലൊക്കെ നല്ലോണം വെട്ടി ക്ലീൻ ആക്കിയതിന് ശേഷം അതിങ്ങനെ പൊരിക്കാനും കറി വെക്കാനും ആയിട്ട് മാറ്റി മാറ്റി മുറിച്ചെടുത്തു കേട്ടോ. കുഞ്ഞാടെ കയ്യിൽ 2 മിക്സി ഉള്ളതുകൊണ്ട് ഒരു മിക്സി എനിക്ക് തന്നിട്ടോ. അതാണ് ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോഴും തേങ്ങ അരച്ച മീൻകറി ആട്ടാ വെക്കുക. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും എരിവ് വലിയ താല്പര്യമില്ല കേട്ടോ. മീൻകറി വെക്കാനായിട്ട് ഞാൻ പുതിയൊരു മൺചട്ടി മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് മയക്കി എടുത്തിട്ടില്ല കേട്ടോ. അത് മയക്കി എടുത്തിട്ട് വേണം അതിൽ മീൻകറി വെക്കാനായിട്ട്. അരച്ചു വെച്ച അരപ്പിലേക്ക് ഒരു കുഞ്ഞു തക്കാളിയും കുറച്ച് കറിവേപ്പിലും 2 കൊടമ്പുള്ളും ഇട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തേ. അത് കഴിഞ്ഞ് മീനൊന്ന് വെന്ത് വന്നപ്പോ ചെറിയുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് കറി ഒന്ന് കാച്ചി എടുത്തപ്പോഴേക്കും നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ എന്ത് മീൻ മേടിച്ചാലും മീൻ പൊരിച്ചതില്ലാണ്ട് എന്റെ കെട്ടിയവന് ചോറ് വായന്ന് അങ്ങോട്ട് ഇറങ്ങൂല കേട്ടോ. അതുകൊണ്ട് കുറച്ച് അയിലക്കഷ്ണം എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പും തേച്ചിട്ട് അതങ്ങനെ ചട്ടിയിലേക്ക് പൊരിക്കാനും വെച്ചു കേട്ടോ. അങ്ങനെ മീൻകറി മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.